ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ current 5 ampere flow through a series AC circuit through a non-inductive resistance in series with a choke coil supplied to 250 volt 50 hertz. If the voltage across the resistor is 125, voltage across the coil is 200. സോ ക്വസ്റ്റ്യനിലെ ഫ്രീക്വൻസി ആയിട്ട് തന്നിരിക്കുന്നത് 50 ഹെഡ്സ് ആണ്. നമ്മുടെ സപ്ലൈ കറണ്ട് 5 ആംബിയർ ആണ്. 120 വോൾട്ട് 125 വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ്. വോൾട്ടേജ് അക്രോസ് കോയില് 200 വോൾട്ട് ആണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ലൈൻ വരച്ചു. ആ സമയത്ത് എ ബി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ്. അത് തന്നെ ഇൻ ഫേസ് ഓഫ് കറണ്ട് ആണ്. അവിടെ നിന്ന് അത് ഈ ലൈനാണ് വരയ്ക്കുക. എ ബി 125 വോൾട്ട്. അത് കഴിഞ്ഞാൽ ബി ഡി 200 വോൾട്ട് അല്പം ആംഗിൾ ഇട്ടിട്ട്. ദെൻ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് 250. ഈ 200 വോൾട്ട് ഇങ്ങനെ ചെരിയാൻ തന്നെയുള്ള കാരണം അതിനൊരു റെസിസ്റ്ററും ഉണ്ട് ഒരു ഇൻഡക്ടറും ഉണ്ട് എന്നുള്ളതാണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ നേരത്തെ റെസിസ്റ്ററിന് ഇൻ ഫേസ് ആണ്, അതുകൊണ്ടാണ് താഴെ വരച്ചത്. പ്യുവർ ഇൻഡക്ടർ ആവുമ്പം അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആവും. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള റിസൾട്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ചെരിഞ്ഞെടുക്കുന്ന വി ഡി എന്ന് പറയുന്ന വോൾട്ടേജ്. വി എൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റിയാക്ടൻസ് ഇൻഡക്റ്റൻസ് ആണ്. സോ ബി സ്ക്വയർ ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ കർണമായ ബി ഡി സ്ക്വയർ. ബി ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ മൊത്തമുള്ള എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ് എ ഡി സ്ക്വയർ. അപ്പോൾ എ സി എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ 125 ആണ്. 125 പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ് എ ഡി സ്ക്വയർ. എ ഡി എന്ന് പറഞ്ഞാൽ 250ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ, അതായത് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈക്വൽ ടു 200 സ്ക്വയറിനെ ഇതിന് താഴെ കൊണ്ടുവന്നാൽ സെക്കൻഡ് 2 ഇക്വേഷനായി. ഈ ഇക്വേഷനിൽ നിന്ന് ഇത് കുറയ്ക്കാൻ നോക്കുക. കുറച്ചാൽ 125 പ്ലസ് ബി സി സ്ക്വയർ അതുപോലെ തന്നെ ഉണ്ടാവും. സി ഡി സ്ക്വയറും മൈനസ് ചെയ്ത് പോയി. 250ൻ്റെ സ്ക്വയറിൽ നിന്ന് 200ൻ്റെ സ്ക്വയർ കുറച്ചാൽ 4000 കുറച്ചാൽ 22,500 വരും. അപ്പോൾ ഇനി ബി സി 125 പ്ലസ് ബി സി സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ 125ൻ്റെ സ്ക്വയർ 2 ഗുണം 125 ഇൻറ്റു ബി സി രണ്ടാമത്തെ ടേം 2 ഇൻറ്റു 125 ആണ് 250 ബി സി ആയത്. പിന്നെ ബി സി സ്ക്വയർ, ഈ ബി സി സ്ക്വയർ തന്നെ ഇവിടെ എഴുതി ഈക്വൽ ടു 22,500 തന്നെ. ബി സി സ്ക്വയറും പോയി. അപ്പോൾ ഈ 125ൻ്റെ സ്ക്വയർ ഇവിടെ നിന്ന് മൈനസ് ചെയ്തു. 250 ബി സി മാത്രം അവിടെ നിർത്തി. 22,500ൽ നിന്ന് 125ൻ്റെ സ്ക്വയർ 15,625 കുറച്ചു. 6,875 കിട്ടി. അതിനെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27.5 വോൾട്ട് കിട്ടും. ഈ ബി സി എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ഓഫ് കോയിലാണ്. ഇപ്പോൾ ഈ വാല്യൂസ് നമ്മൾ
വി എൽ കാണാൻ വേണ്ടി മൊത്തം ഉള്ളത് 200 വോൾട്ട് ആണല്ലോ. ഫേസർ ഡയഗ്രാം നോക്കിയാൽ അറിയാം ഇത് 200 വോൾട്ട് ആണ്. നമ്മളിപ്പോൾ ബി സി ആയ വി ആർ മാത്രമാണ് കണ്ടുപിടിച്ചത് 27.5. 200 സ്ക്വയർ മൈനസ് 27.5 കണ്ടാൽ നമുക്ക് വോൾട്ടേജ് അക്രോസ് ദി റിയാക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് 198.1 വോൾട്ട് കിട്ടും. ഒന്നാമതായി ചോദിച്ചുള്ളത് ഇമ്പിഡൻസ് കാണാനാണ്. ഇമ്പിഡൻസ് കാണണമെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ കോയിൽ ഡിവൈഡഡ് ബൈ കറണ്ട്. വോൾട്ടേജ് അക്രോസ് ദ കോയിൽ എന്ന് പറയുന്നത് 200 വോൾട്ടാണ്. 200 വോൾട്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്താൽ 40 ഓം. ഈ ഭാഗത്ത് മൊത്തം ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 40 ഓം. വി ആർ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 6ആണ്. 8 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 27.5 ആണ് വോൾട്ടേജ് അക്രോസ് ഈ റെസിസ്റ്റർ. 8 എവിടെ നിന്നാണ് കിട്ടിയ? അഞ്ചാണ് കറണ്ട്. അപ്പോൾ 5 ആംപിയറിന് 5 27 ഡിവൈഡഡ് ബൈ 27.5 ഡിവൈഡഡ് ബൈ 5. ഇപ്പോൾ 4 വരും അല്ലേ? 4 5 20, 5 5 25. 5 5 25 പിന്നെ 2 25 വരും. സോ 5.5 ഓമാണ് വരും. ഈ റെസിസ്റ്റൻസ് കണ്ടെത്തി. ഇനി ഈ എക്സ് എൽ കണ്ടുപിടിക്കുകയാണ്, റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് നേരത്തെ 5 തന്നെയാണ്, അത് പാരലാകുമ്പോൾ ഒഴുകുക വേണമെന്നില്ല. റൂട്ട് ഓഫ് സെഡ് അറിയാലോ. സെഡ് ആ കോയിലിൻ്റെ മാത്രം കണ്ടിട്ടുണ്ട് 40 സ്ക്വയർ മൈനസ് 5.5 സ്ക്വയർ റൂട്ട് കാണണം. റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ 39.62 ഓമാണ്. 62 ഓമാണ്. ഇപ്പോൾ കപ്പാസിറ്റർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടെത്തി. എങ്ങനെയാണ് കണ്ടെത്തിയത്? 200 വോൾട്ടേജിന് ഇവിടെയുള്ള ഡിവിഷൻ വേണ്ടി വന്നില്ല അല്ലേ? കാരണം എക്സ് സെഡ് കാണാമല്ലോ. ആറിൻ്റെ വാല്യൂ കണ്ടെത്തിയ ശേഷം, അതായത് വി ആറിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് ആദ്യം കണ്ടെത്തിയത്. വോൾട്ടേജ് കണ്ടെത്തിയ ശേഷം അതിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് കണ്ടു. പിന്നെ സെഡ് അറിയാവുന്നത് കൊണ്ട് റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ചെയ്തു. അപ്പോൾ എക്സ് എൽ ആയി. എക്സ് എൽ അറിയാമെങ്കിൽ 2πf ഇൻറ്റു എൽ ആണല്ലോ. 2πf ഇൻറ്റു എൽ ആകുമ്പോൾ 39.62 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഹെർട്സ് 0.126 ഹെൻറിയാണ് വരിക. പവർ അബ്സോർബ് ബൈ കോയിൽ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആർ ആണ്. 5 സ്ക്വയർ 25 ഇൻറ്റു 5.55 137.5 വരും. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആർ ബൈ സെഡ് ആണ് കാണുക. അതിവിടെ പറ്റൂല. കാരണം ആർ എന്ന് പറഞ്ഞാൽ 2 ആറുണ്ട്. അപ്പോൾ കോയിലിൻ്റെ മൊത്തത്തിലുള്ള ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ സി ബൈ എ ഡി ആണ്. എ സി എന്ന് പറഞ്ഞാൽ 125 പ്ലസ് 27.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോൾട്ട് ഡയഗണൽ 250.61 ആണ് പവർ ഫാക്ടർ ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഇതിൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 ഹെർട്സ് ആണ്. 25 ഓം കൊടുത്തിട്ടുണ്ട്. 5 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമുക്ക്
ഫേസർ ഡയഗ്രാം വരച്ചിട്ട് വി ആറും വി എല്ലും കണ്ടെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ വാല്യൂ കണക്കൂട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എടുത്ത ഈ ട്രയാങ്കിൾ, അതായത് കോയിലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 200 വോൾട്ട്, വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ ആണ് 200 വോൾട്ട് എന്ന് പറയുന്നത്. മറ്റൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 125 പ്ലസ് വി ആറും വി എൽ സ്ക്വയറും, അതായത് സി ഡി എന്ന് പേര് കൊടുത്തുകൊണ്ട് സി ഡി സ്ക്വയറും. അപ്പോൾ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് വേണം വി ആറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ നന്നായി കണ്ട് പ്രോബ്ലം ചെയ്യുക. മീൻസ് മട്ടത്രികോണത്തിൻ്റെ സാധാരണ നമ്മൾ പൈതഗോറിയൻ സിദ്ധാന്തം അപ്ലൈ ചെയ്യാൻ ശീലം ഉണ്ടാവണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.